ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ത്രീ ഫേസ് ഡി ബി ഓൾറെഡി ഉണ്ടാവും. ത്രീ ഫേസ് ഡി ബിയുടെ പ്രവർത്തനം അത്യാവശ്യ കാര്യങ്ങൾ വേണ്ട പ്രവർത്തിക്കുക, അതായത് ഡി ബി വർക്ക് ചെയ്യിപ്പിക്കാൻ എങ്ങനെയാണ് ഡീറ്റെയിൽ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇത് ഐസൊലേറ്റർ ത്രീ ഫേസ് ഐസൊലേറ്ററാണ്, 4 പോൾ ഐസൊലേറ്റർ എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ 63 ആംസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഇതിലൂടെ മാക്സിമം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന വോൾട്ടേജ് 63 ആംസ് ആണ് നമുക്ക് മാക്സിമം കിട്ടുന്ന ആംബിയർ. അതുപോലെ തന്നെ ELCB നമ്മൾ കൊടുത്തിട്ടുണ്ട്, അത് 63 ആംസ് ആണ് മാക്സിമം. അതുപോലെ തന്നെ 30 മില്ലി ആംബിയറാണ് അതിൻ്റെ കട്ട് ഓഫ് വോൾട്ടേജ് വരുന്നത്, ട്രിപ്പിംഗ് വോൾട്ടേജ് വരുന്നത് മില്ലി ആംബിയറാണ്. ഇത് ജസ്റ്റ് ഒരു ബട്ടൺ കാണാൻ സാധിക്കും. ELCB നിങ്ങൾക്ക് ഒരു ബട്ടൺ കാണാൻ സാധിക്കും. ഈ ബട്ടൺ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടണാണ്. അതായത് ഒരു മന്ത്ലി ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ആ ടെസ്റ്റ് ബട്ടൺ അടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ബ്ലോക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അത് കമ്പനി തന്നെ പറയുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ബട്ടൺ കൊടുത്തിരിക്കുന്നത്. ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ജസ്റ്റ് നമ്മളത് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ELCB ട്രിപ്പ് ആവും, അല്ലെങ്കിൽ RCCB ട്രിപ്പ് ആവും. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണം, നല്ലതാണ്. ഇത് നമ്മൾ വരുന്നത് 3 ഫേസാണ് വരുന്നത്. 3 ഫേസിൻ്റെ സെലക്ടറുകളാണ് വരുന്നത്. ഓരോ ഫേസിനും ഓരോ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. റെഡ് ഫേസ്, യെല്ലോ ഫേസ്, ബ്ലൂ ഫേസ്, അങ്ങനെ 3 ഫേസാണ് വരുന്നത്. 3 ഫേസ് ഇപ്പോൾ ഓൾറെഡി കറണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ ഫേസ് ഒന്നിലേക്ക് ഇട്ടു. ഒന്നാമത്തെ ഫേസ് ഒന്നിലേക്ക് ഇട്ടു, രണ്ടാമത്തെ ഫേസ് യെല്ലോ ഫേസ്, രണ്ടാമത്തെ 2 എന്ന് മാർക്ക് ചെയ്തതിനെല്ലാം ഇട്ടു, മൂന്നാമത്തെ ഫേസ് മൂന്നാമത്തെ എന്ന് പറയുന്ന, അതായത് ബ്ലൂ എന്ന് പറയുന്ന ഫേസിലേക്ക് ഇട്ടു. ഇതാണ് നോർമൽ കണ്ടീഷൻ. 3 ഫേസിലും കറണ്ട് ഓൾറെഡി KCB ഉണ്ടെങ്കിൽ 3 ഫേസായിട്ട് നമ്മൾ ഈക്വൽ ലോഡ് ചെയ്ത് ഉപയോഗിക്കണം. ഇനി ഏതെങ്കിലും ഒരു ഫേസ് കട്ടാവണം, ഇതിപ്പോൾ കാണിക്കുന്ന ഇൻഡിക്കേഷനാണ്. നമുക്ക് അതിൻ്റെ ഇൻഡിക്കേഷൻ ഓഫ് ചെയ്തിടാൻ വേണമെങ്കിൽ, പക്ഷേ ഓൾറെഡി സപ്ലൈ ഇപ്പുറത്തേക്ക് ഉണ്ടാകും. ജസ്റ്റ് ആ ഇൻഡിക്കേഷൻ മാത്രം നമുക്ക് ഓഫ് ചെയ്തിടാം. അതായത് DB നോക്കുന്ന സമയത്ത് DBയിൽ ഏത് ഫേസിലാണ് കറണ്ട് ഉള്ളത് എന്ന് ഇല്ലാത്തതെന്ന് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇൻഡിക്കേഷൻ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. ആ ഫസ്റ്റ് റെഡിൻ്റെ ഫേസ് വരുന്നത് ഇപ്പുറത്തെ സെക്ഷനിലുള്ള ആ സെക്ഷനിൽ വരുന്ന 8 MCBകളിലാണ് വരുന്നത്. അതുപോലെ തന്നെ അടുത്ത സെക്ഷനിൽ വരുന്നത് 8 MCBകളിലാണ് വരുന്നത്. അത് 8 വേ DB ആയതുകൊണ്ട് 8 MCB ഉണ്ടാവും. 6 വേ DB ഉണ്ട്. 6 വേ എന്ന് പറയുമ്പോൾ 6 MCB ആണുള്ളത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഫേസ് ബ്ലൂ എന്ന് പറയുന്നത് 6 MCBയുടെ സെക്ഷനിലേക്കാണ് വരുന്നത്. അങ്ങനെ RYB എന്ന് പറയുന്ന 3 സെക്ഷൻ MCBകളാണുള്ളത്. ഈ 3 സെക്ഷനിലേക്ക് 3 ഫേസാണ് കൺവേർട്ട് ചെയ്ത് വരുന്നത്. ഇത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫേസ്, ഇപ്പോൾ നമ്മൾ ഇതിൽ തന്നെ നോക്കി അറിയാൻ പറ്റും, ഉണ്ടോ അതിൽ 5 MCB വെച്ചതിന് ശേഷം പിന്നെ ബാക്കി 2 MCB സെപ്പറേറ്റ് മാറ്റിയിട്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻവെർട്ടറിൻ്റെ സെക്ഷൻ നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ ഇൻവെർട്ടറിൻ്റെ സെക്ഷൻ ലോഡ് ചെയ്തിരിക്കുന്നത് 6 എന്ന് പറയുന്ന ഫേസിൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്, ഒരു ഫേസിൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇൻവെർട്ടറിൻ്റെ ചാർജിങ് സെക്ഷന് വേണ്ടിയിട്ട് 16 ആംസിൻ്റെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ ഔട്ട് വരുന്നത് 16 ആംസിൻ്റെയാണ് വന്നിരിക്കുന്നത്. ആ ഇൻവെർട്ടറിൻ്റെ ചാർജിങ്ങും ഔട്ടും വരുന്നത് 16 ആംസ് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈക്വൽ തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം വെച്ചാൽ ഈ ചാർജിങ്ങിൻ്റെ സമയത്തും അതുപോലെ തന്നെ ഔട്ടായ സമയത്തും നമ്മൾ ഉപയോഗിക്കുന്ന ഇൻവെർട്ടർ സെക്ഷനിലെല്ലാം ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻവെർട്ടറിൽ ഈക്വൽ തന്നെ MCB തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്ററായിട്ട് വരുന്നത്. അപ്പോൾ ഓരോ ഫേസ്, ഇപ്പോൾ ഫസ്റ്റ് ഫേസ് ഉണ്ട്, രണ്ടാമത്തെ ഫേസ് ഇല്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ന് പറയുക രണ്ടാമത്തെ സെക്ഷനിലേക്കോ, അതായത് വരുന്ന ഫേസിനനുസരിച്ചിട്ട് നമുക്ക് ഈ റോട്ടറി സെലക്ട് ചെയ്യാൻ സാധിക്കും. മെയിനായിട്ട് നമ്മൾ 3 ഫേസ് കണക്ഷൻ എടുക്കുന്നത് ഹൈ ലോഡ് വരുന്ന സമയത്ത് നമുക്ക് സിംഗിൾ ഫേസിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 ഫേസിൻ്റെ കണക്ഷൻ എടുക്കുന്നത്. ഈ 3 ഫേസിൻ്റെ കണക്ഷനിൽ തന്നെ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഫേസ് കട്ടായി കഴിഞ്ഞാൽ മറ്റ് ഫേസുകളിലേക്ക് നമുക്ക് മാറ്റി ആ റോട്ടറി സ്വിച്ച് മാറ്റിയിട്ട് സെലക്ടർ മാറ്റിയിട്ട് നമുക്ക് യൂസ് ചെയ്യുക കൂടി ഈ 3 ഫേസ് DBയിൽ നമുക്ക് ഉപകരിക്കും. അതായത് ഒറ്റ ഫേസ് മാത്രമേ ഉള്ളൂ, ബാക്കി 2 ഫേസും ഇല്ല. അപ്പോൾ നമുക്ക് റോട്ടറി സ്വിച്ചുകളെല്ലാം തന്നെ ആ ഒറ്റ ഫേസിലേക്ക്, കറണ്ടുള്ള ഫേസിലേക്ക് നമുക്ക് മാറ്റിയിട്ട് നമ്മുടെ വീട്ടിൽ കറണ്ട് പോകാത്തൊരവസ്ഥ നമുക്ക് ഈ 3 ഫേസ് നമുക്ക് സെലക്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന ആളിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.